ഹായ് എവ്രി വൺ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മുടെ താക്കര ചേച്ചി നമ്മുടെ കൂട്ടത്തിലുണ്ട്. ചേച്ചി ഇന്ന് ചെറുപയർ എങ്ങനെയാണ് ഈസി ആയിട്ട് തോരൻ വെക്കുന്നതെന്നാണ് നമ്മളോട് പറഞ്ഞത്. ചേച്ചി ചെറുപയർ എങ്ങനെ തോരൻ വെക്കുന്നതെന്ന് പറഞ്ഞു. തോരൻ വെക്കാന് പിന്നെ സവാള, ഓക്കെ, പിന്നെ ഇത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പൊടി പിന്നെ ഇട്ട് അടുപ്പത്ത് വെക്കും. എന്നിട്ട് ഒരു വിസിൽ 2 മീഡിയം സിമ്മിൽ വെച്ചിട്ട് ഓക്കെ ചെയ്യും. പിന്നെ വയ്യോട്ട് പറയാം. അത് രണ്ടാമത് ഇത് വെന്ത ശേഷം ഇത് രണ്ടാമത് പറയാം. ഓക്കെ ഓക്കെ അപ്പം നമുക്ക് പയറ് ചേച്ചി ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ട ചേച്ചി ചെറുപയർ നല്ലപോലെ കഴുകി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു സവാള അരിഞ്ഞിട്ടിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുത്തു. ലേശം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. ലേശം ഉപ്പ് പൊടി ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ലേശം വെള്ളം ഒഴിച്ച് നമ്മൾ ഒരു വിസിൽ വരുന്നിടം വരെ സ്റ്റൗവിൽ വെക്കണം. ഇനി ഒരു വിസിൽ വരുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. നമ്മുടെ പയറിനുള്ള അരപ്പ് റെഡി ആവുന്നതാണ്. ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്തിട്ടുണ്ട്, കുറച്ച് ചെറു ജീരകം ചേർത്തിട്ടുണ്ട്. ഇനി 2 അല്ലി വെളുത്തുള്ളി, പിന്നെ 2-3 ചുമന്നുള്ളി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. വളരെ കുറച്ച് മാത്രം മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നമുക്ക് ഒരു ലേശം വെള്ളം ചേർത്തെടുക്കണം. ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുകയോ ചെയ്യാവുള്ളൂ. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ഇത് അരഞ്ഞ് കിട്ടേണ്ടത്. ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് വെള്ളം ഒഴിച്ച് ഭയങ്കരമായിട്ട് അരച്ച് വെള്ളം പോലെ ആക്കി എടുക്കരുത്. അത് നമ്മുടെ പയറുകറി കുഴഞ്ഞു പോവും. ഇങ്ങനെയാണെങ്കിൽ നല്ലൊരു തോരനായിട്ട് നമുക്ക് കിട്ടും. നമുക്കിതിലേക്ക് കടുക് പൊട്ടിച്ച് ചേർക്കാം. അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പയറ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇവിടെ ഇതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ലേശം കടുക് ചേർത്ത് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. കടുക് നല്ലതുപോലെ ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഇഞ്ചി ചേർത്ത് കൊടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തേക്കുന്നത്. അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണം. കുറച്ച് സവോളയും ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക. അരപ്പിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. ഇതിനൊരു പച്ചമണം പോകുന്നത് വരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന പയറെല്ലാം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. ഇതിപ്പം നല്ലതുപോലെ നമ്മൾ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. അരപ്പെല്ലാം ഇതിലേക്ക് നല്ലതുപോലെ പിടിക്കണം. ഇതിപ്പം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ പ്രോഡക്റ്റ്. ഇത് ചപ്പാത്തിയുടെ കൂട്ടത്തിൽ വേണമെങ്കിലും ചോറിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിലും കുബൂസിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിലും നമുക്ക് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. സോ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ നിങ്ങൾ ഇതുപോലൊന്ന് പയറൊന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റിയാണ്. So please subscribe our channel. See you with another good video. Take care. Bye bye.